إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് മതത്തിൽ പ്രയാസമുള്ള, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തിൽ നിയമമാക്കി വച്ചിട്ടില്ല എന്നുള്ളത്. മനുഷ്യന്റെ പ്രയാസങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമിലെ ഏത് നിയമങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കുക. രോഗമുള്ള ആളുകൾക്ക് അവരുടേതായ ഇളവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ അതല്ലെങ്കിൽ അതിന് കിട്ടാത്ത ആളുകൾക്ക് തയമ്മം കൊണ്ട് മതിയാക്കാവുന്നതാണ്. യാത്രയിലുള്ള പ്രയാസങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമസ്കാരം അല്ലാഹു ചുരുക്കി കൊടുത്തിട്ടുണ്ട്. ലോകത്ത് എവിടെ വെച്ചുകൊണ്ട് നമസ്കാരത്തിന്റെ സമയമായിരുന്നാലും ഭൂമിയിൽ എവിടെ വെച്ചുകൊണ്ട് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ ഇതായിരുന്നില്ല നമ്മുടെ മുൻപുണ്ടായിരുന്ന ചില സമുദായങ്ങളുടെ അവസ്ഥ. നമ്മളെക്കാൾ കുറച്ചുകൂടി പ്രയാസകരമായ ഒരവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് ഹദീസുകളിൽ നിന്നും ഖുർആനിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, ബനൂ ഇസ്രായേൽ സമുദായത്തിന് അള്ളാഹു കുറച്ചുകൂടി പ്രയാസങ്ങൾ കൊടുത്തിരുന്നു. അതവരുടെ ധിക്കാരത്തിന്റെ ഫലമായും അവർക്കൊരു പരീക്ഷണത്തിന്റെ ഫലമായും അള്ളാഹു നൽകിയതാണ്. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രത്തിൽ നജസ് പുരണ്ടിട്ടുണ്ടെങ്കിൽ ആ നജസ് പുരണ്ട ഭാഗം മുറിച്ച് ഒഴിവാക്കി അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഭൂമിയിൽ അവർക്ക് പ്രത്യേകമായി കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങൾ, ആ ആരാധനാ കേന്ദ്രങ്ങൾ അഥവാ പള്ളികളിൽ വെച്ചുകൊണ്ടല്ലാതെ നമസ്കാരം നിർവഹിക്കാൻ പാടില്ലായിരുന്നു. ശത്രുക്കളുമായി കൊണ്ട് യുദ്ധം നടത്തിയാൽ അതിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. സക്കാത്ത് സമ്പത്തിന്റെ 1/4 ഭാഗം സക്കാത്ത് കൊടുക്കേണ്ടിയിരുന്നു. ഇങ്ങനെ നമ്മുടെ ശരീഅത്തിനെ അപേക്ഷിച്ചുകൊണ്ട് ചില പ്രയാസങ്ങൾ അവർക്കുണ്ടായി.
എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിന് അങ്ങനെയുള്ളൊരു പ്രയാസങ്ങളൊന്നും അല്ലാഹു നൽകിയിട്ടില്ല. ഇത് ഓർമ്മിപ്പിക്കാനാണ് സൂറത്ത് ബഖറയിലെ അവസാന ഭാഗത്തുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, റബ്ബന വലാ തുഹമ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ. പടച്ചവനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സമുദായത്തിന് നീ ഏൽപ്പിച്ചിരുന്നതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഞങ്ങൾക്ക് നീ ഏൽപ്പിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ശരീഅത്തിന്റെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ ഉദ്ദേശിക്കുന്നേയില്ല, നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലാഹു ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതത്തിൽ അല്ലാഹു നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാക്കിയിട്ടല്ല, വെച്ചിട്ടില്ല. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. നബിയെ, നിങ്ങളൊരു പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടുവാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് നാം ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സഹോദരന്മാരെ, ഈ പരിശുദ്ധമായ ദീനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എളുപ്പമുള്ളത് അഥവാ തീവ്രമായ നിലപാടുകളുമില്ല, അതുപോലെ തന്നെ നിഷേധാത്മകമായ നിലപാടുകളുമില്ല. ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ അതിന്റെ തനതായ രീതിയിൽ വളരെ സിമ്പിളായിക്കൊണ്ട് ചെയ്യണം. അതിൽ അതിര് കവിയാൻ പാടില്ല, തീരെ പാടയില്ലാതെ ആകാനും പാടില്ല. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്, തന്റെ സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരു പെണ്ണിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണിത്? മൻഹാദിഹി, ഇതാരാണ് പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനെ പരിചയമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖാലത് ഫുലാന, ഇത് നബി ഇന്ന സ്ത്രീയാണ്. എന്നിട്ട് ആ പെണ്ണിന്റെ നമസ്കാരത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് പ്രവാചകനോട് പറയാൻ, അവരാത്രി ഇന്ന രൂപത്തിലൊക്കെ നമസ്കരിക്കാറുണ്ട്, ഇന്ന ഇബാദത്തുകളൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് അവരെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിർത്ത് ആയിഷ, മതി. ഇത് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ വർണ്ണന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അലൈക്കും ബിമാ തുതീഖൂൻ, നിങ്ങൾ മതത്തിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അഥവാ സുന്നത്ത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് രാത്രി സുദീർഘമായി നിന്ന് നമസ്കരിച്ച അവസാനം അവശയാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഫവല്ലാഹി ലാ യമുല്ലുല്ലാഹു ഹത്താ തമുല്ലു. നിങ്ങൾ ക്ഷീണിക്കുന്നതുവരെ അള്ളാഹും ക്ഷീണിക്കുകയില്ല. അള്ളാഹു ക്ഷീണിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ഷീണിച്ച് പ്രവർത്തനം നിർത്തുന്നത് വരെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന കൂലി നിർത്തൂല. കുറച്ചു കഴിഞ്ഞാൽ ആദ്യത്തിൽ ആവേശം ഉണ്ടാകും, പിന്നെ കുറച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നിർത്തി അവസാനം നിർത്തിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകരുത്. നിരന്തരമായി വക്കാന ഹബ്ബുദ്ദീൻ ഇലൈഹി മാ ദാമ സാഹിബുഹു അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുണ്ടായിരുന്നത് ഒരു വിശ്വാസിയായ മനുഷ്യൻ എന്നും, അത് കുറച്ചാണെങ്കിൽ കുറച്ച്, അത് സ്ഥിരമായി കൊണ്ടു നടക്കുന്ന രീതിയാണ്. ഓവറായി കഴിഞ്ഞാൽ എന്നും ഉണ്ടാക്കാൻ, എന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. തീരെ ഇല്ലാതിരുന്നാൽ അതിന്റെ കൂലി അവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് 3 ആളുകൾ വന്ന സംഭവം നമുക്കറിയാലോ. അവർ പ്രവാചകന്റെ ആരാധനകളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി വന്നതാണ്. എന്നിട്ട് പ്രവാചകന്റെ ആരാധനകളെക്കുറിച്ച് മനസ്സിലാക്കിയ അന്നഹും തഖാല്ലുഹ, അവർ തങ്ങളുടെ ആരാധനകളും തങ്ങളുടെ ഇബാദത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അവരുടെ സ്വന്തം ആരാധനകൾ അവർ നിസ്സാരമായി കണ്ടു. അതൊക്കെ കുറഞ്ഞതായിക്കൊണ്ടാണ് അവർ മനസ്സിലാക്കിയത്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഇനി ഞാൻ രാത്രി ഒന്നും നിസ്കാരം ഉറക്കല്ല. ഒരാൾ പറഞ്ഞു, എന്റെ വിവാഹി ജീവിതം അവസാനിപ്പിച്ച്, കാരണം വൈവാഹിക ജീവിതത്തിൽ അത് ഭാര്യമാരും കുട്ടികളൊക്കെ ഉണ്ടായി വിവാഹത്തിൽ തടസ്സമായിരിക്കും, അതുകൊണ്ട് ഞാൻ കല്യാണത്തിൽ നിന്ന് വിരമിക്കുകയാണ്, കല്യാണം കഴിക്കൂല. അതല്ലെങ്കിൽ ഞാനെന്നും പകല് നോമ്പ് നോൽക്കും, സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കും. ഈ പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രവാചകന്റെ വീട്ടിൽ നിന്ന് അവർ മടങ്ങിപ്പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ അവരെ സബാഷ് കുട്ടികളെ എന്ന് പറഞ്ഞ് അവർക്ക് ആശീർവാദം കൊടുക്കല്ല, പ്രവാചകൻ ദേഷ്യപ്പെട്ടു. ഇതറിഞ്ഞ പ്രവാചകന് കോപമുണ്ടാവുകയാണ് ചെയ്തത്. അമാ വല്ലാഹി, പടച്ചറബിനെ തന്നെയാണ് സത്യം, ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനുള്ള പേടിയുള്ളവനും അള്ളാഹുവിന് തഖ്വയുള്ളവൻ ഞാനാണ്. ലാകിന്നി അസൂമു വഅഫ്തിർ,
ഞാൻ സുന്നത്ത് നോമ്പ് എടുക്കാറുണ്ട്, ഞാൻ സുന്നത്ത് നോമ്പ് ഒഴിവാക്കാറുണ്ട്. വഉസല്ലി വഅർഖുദ്, ഞാൻ നമസ്കരിക്കാറുണ്ട്, ഞാൻ ഉറങ്ങാറുണ്ട്. വഅതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അതുകൊണ്ട് ഇതാണ് ഞാൻ പഠിപ്പിച്ച മതം, ഇതാണ്. എല്ലാം വേണം, ദുനിയാവും വേണം ആഖിറത്തും വേണം. ദീനോ എന്ന് വിചാരിച്ച് ദുനിയാവ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്, ദുനിയാവോ എന്ന് വിചാരിച്ച് ദീൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത്. കാരണം പ്രവാചകൻ പറഞ്ഞു എനിക്ക് ഉറക്കം മനുഷ്യന്റെ ആവശ്യമാണ്. ഉറക്കം നഷ്ടപ്പെടുത്തി അത് പിന്നെ മനുഷ്യന്റെ ശരീരത്തിന് പ്രയാസമുണ്ടാക്കുന്നതിൽ ഇബാദത്തുകൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരിൽ നൽകിയ ബന്ധത്തിന് പിന്മാറി ഒരു സന്യാസി ജീവിതത്തിലേക്ക് പോകാൻ പാടില്ല. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന് പലപ്പോഴും ഈ രണ്ട് ഭാഗവും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ കുടുംബം ശ്രദ്ധിക്കാത്ത ആരാധന, അത് സംഘടനാ പ്രവർത്തനമാണെങ്കിലും ഇനി മറ്റെന്ത് പ്രവർത്തനമാണെങ്കിലും തന്റെ കുടുംബത്തെ ശ്രദ്ധിക്കാതെ അതിലൊന്നും നേരില്ലാത്ത ഏത് 24 മണിക്കൂറും ദീനീ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നിസ്കാരം, നോമ്പ്, ഇബാദത്ത് അങ്ങനെ കാണുന്ന ഒരു രീതിയുണ്ട്. ഈ തിരിച്ചെന്താണ്? കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധിക്കാനുള്ള ആ തത്രപ്പാടുണ്ടെങ്കിൽ ദീനിന്റെ കാര്യം ശ്രദ്ധിക്കാൻ നേരല്ല, പള്ളിക്ക് വരാൻ നേരല്ല, അതുപോലെ സുന്നത്ത് നോമ്പ് എടുക്കാൻ നേരല്ല, ഒന്നിനും സമയമില്ലാത്ത ഇത് രണ്ടും സഹോദരന്മാരെ തെറ്റാണ്. ഇതല്ല ദീനെന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ ഫാരിസിയും അതുപോലെ തന്നെ അബൂദർദാ റളിയല്ലാഹു അൻഹുയും അവർ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ രണ്ടാളുകളെ പരസ്പര സഹോദരന്മാരാക്കിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സൽമാൻ ഫാരിസിയും അബൂദർദാ റളിയല്ലാഹു അൻഹുയും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പര സഹോദരന്മാരാക്കിയ കൂട്ടത്തിൽപ്പെട്ടവരാണ്. എന്നോട് പരസ്പര സഹോദരന്മാരെ പോലെ തന്നെ അവർ രണ്ട് വാപ്പാന്റെ മക്കളാണെങ്കിലും പരസ്പര ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം മദീനയിലെ തുടക്ക കാലഘട്ടത്തിൽ അങ്ങനെ പ്രവാചകനാക്കിയിരുന്നു. അങ്ങനെ ഈ രണ്ടാളുകളെയും സഹോദരന്മാരാക്കിയ ഒരിക്കൽ ഫസാറ സൽമാൻ അബൂദർദ, സൽമാൻ ഫാരിസി അബൂദർദാന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ആ സന്ദർഭത്തിൽ ഉമ്മു ദർദ മുബ്തദിലതൻ, ആ വീട്ടിലുള്ള അബൂദർദാന്റെ ഭാര്യയായ ഉമ്മു ദർദ വളരെ മുഷിഞ്ഞ് വസ്ത്രം ധരിച്ച്, ഒരു ഭർത്താവ് വീട്ടിലുണ്ടാകുമ്പോൾ ധരിക്കാൻ പറ്റുന്ന വസ്ത്രമൊന്നുമല്ല, വളരെ മുഷിഞ്ഞ് ഒരു അവസ്ഥയിൽ ഉമ്മു ദർദ അബൂദർദാന്റെ ഭാര്യയെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കണ്ടു. അവ ചോദിച്ചു വമാ ശഅനുക്കി, എന്താണ് ഇങ്ങനെയൊക്കെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയിൽ നിങ്ങളെ കാണാൻ കാരണമെന്താണ്? അപ്പോ അവര് പറഞ്ഞു അഖൂക അബൂദർദ ലൈസ ലഹു ഹാജത്തുൻ ഫി ദുനിയ, വേറൊന്നുമില്ല, നിങ്ങളുടെ സഹോദരനുണ്ടല്ലോ അബൂദർദ, ലൈസ ലഹു ഹാജത്തുൻ ഫി ദുനിയ, മൂപ്പർക്ക് ദുനിയാവിനെ പറ്റി യാതൊരു ചിന്തയില്ല, ദുനിയാവിന്റെ ആവശ്യം തന്നെ മൂപ്പർക്കില്ല. അതുകൊണ്ട് ആണ് എന്റെ അവസ്ഥയും ഇങ്ങനെയായത്. അപ്പോ അവ കുറച്ചു കഴിഞ്ഞ ശേഷം അബൂദർദ അവിടേക്ക് വന്നു. അങ്ങനെ അബൂദർദ തന്റെ വീട്ടിൽ തന്റെ സഹോദരൻ സൽക്കാരത്തിന് അല്ലെങ്കിൽ വീട്ടിലേക്ക് സന്ദർശിക്കാൻ വന്നല്ലോ, അദ്ദേഹത്തിന് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി. അപ്പൊ അബൂദർദ പറഞ്ഞു കുൽ ഫഇന്നി സായിം, അല്ല സൽമാൻ നീ കഴിച്ചോ, എനിക്കിന്ന് സുന്നത്ത് നോമ്പാണ്. അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു മാ അന ബിആകിൽ ഹത്താ തഅകുൽ, ഞാൻ ഈ ഭക്ഷണം കഴിക്കൂല നീയും കൂടി എന്റെ കൂടെ ഭക്ഷണം കഴിച്ചെങ്കിലല്ലാതെ. സുന്നത്ത് നോമ്പാണ്, ഞാൻ നിന്റെ വീട്ടിൽ അതിഥിയാണ്, സുന്നത്ത് നോമ്പ് മുറിക്കാനും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഇല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നോമ്പ് മുറിക്കാൻ പറയുകയും അദ്ദേഹത്തിന്റെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ രാത്രി അന്ന് അബൂദർദാന്റെ വീട്ടിൽ സൽമാൻ റളിയല്ലാഹു അൻഹു കഴിച്ചു. അങ്ങനെ രാത്രിയായപ്പോൾ ഫലമ്മ കാമൽ ലൈൽ ദഹബ അബൂദർദ യഖൂം, രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നിൽക്കുമ്പോൾ സൽമാൻ അബൂദർദ റളിയല്ലാഹു നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അബൂദർദ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു നം, ഇപ്പൊ നിസ്കരിക്കാൻ പാടില്ല, പോയി കിടന്നുറങ്ങും. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ചു നേരം ഉറങ്ങി. ഫഖാൽ പിന്നെ സുമ്മ ദഹബ യഖൂം, കുറച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് ഉറങ്ങിയതിന് ശേഷം വീണ്ടും അബൂദർദ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. അപ്പോഴും സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു നം, ഇപ്പോൾ ഉറങ്ങ്, ഇപ്പൊ നിസ്കരിക്കേണ്ട സമയമില്ല. അങ്ങനെ ഫലമ്മാ കാന ആഖിറുൽ ലൈൽ, രാത്രിയുടെ അവസാനത്തെ സമയമായപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു തന്നെ അബൂദർദാനു ഖും അൽആൻ, ഇപ്പോൾ നീ എഴുന്നേൽക്കണം, എന്നിട്ട് ഫസല്ലി, ഇപ്പോഴാണ് നിസ്കരിക്കണം. അങ്ങനെ അവർ കുടുംബസമേതം ഫസല്ലൈന ജമീഅൻ. എന്നിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ന ലിറബ്ബിക ഹഖൻ, നിശ്ചയമായിക്കൊണ്ടും നിനക്ക് നിന്റെ റബ്ബിനോട് ചില ബാധ്യതകളുണ്ട്. വൈന്ന ലിനഫ്സിക ഹഖൻ, നിന്റെ ശരീരത്തോടും ചില ബാധ്യതകളുണ്ട്. വൈന്ന ലിഅഹ്ലിക ഹഖൻ, നിന്റെ കുടുംബത്തോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്. ഫഅതി കുല്ലദി ഹഖിൻ ഹഖഹു,
ഓരോരുത്തർക്കും അവരുടേതായ ഹക്ക് നീ നിർവഹിക്കണം. പടച്ചവനുള്ള ബാധ്യത നിർവഹിക്കണം, നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കണം. അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിന് ബാധ്യതയുണ്ട്, ഉറക്കം ധാരാളമായിക്കൊണ്ട് ഇളച്ച് നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിന്റെ കുടുംബത്തോടും നിന്റെ ബാധ്യതകളുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ചെന്നുകൊണ്ട് ഇവർ പറയാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ സൽമാൻ പറഞ്ഞതാണ് ശരി, അദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹോദരന്മാർ, ഈ ഹദീസിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? നമുക്ക് കുടുംബത്തോട് ചില ബാധ്യതകളുണ്ട്, സമൂഹത്തോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്, സ്വന്തം ശരീരത്തോട് ബാധ്യതകളുണ്ട്. എന്ന് പറഞ്ഞാൽ കുടുംബം മറന്ന് ദീന് വിടാൻ പാടില്ല, കുടുംബത്തിന്റെ വിഷയത്തിൽ ദീന് വിടാൻ പാടില്ല, ദീനിനു വേണ്ടി കുടുംബവും വിടാൻ പാടില്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചില ഔലിയാക്കന്മാരായി വലിയകളായി പരിചയപ്പെടുത്തുന്ന ആളുകൾ ചരിത്രത്തിൽ അവർ തന്നെ പറയുമ്പോൾ സി എം മടവൂരിന്റെ ചരിത്രത്തിൽ അവർ തന്നെ എഴുതി വെച്ചതാണ്, മൂപ്പർക്ക് ദീനോട് കൂടിയിട്ട് അവസാനം ഭാര്യനെ നോക്കാതായി, അവസാനം ഭാര്യനെ തൊലാക്ക് ചെല്ലുന്ന അവസ്ഥ ഉണ്ടായിന. ഇതൊന്നും ദീനില്ല. അതുള്ളതാണോ അല്ലാത്തുള്ളത് വേറെ കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരിക്കലും ഇസ്ലാമികമായിക്കൊണ്ട് ശരിയായ രീതിയേ അല്ല. കാരണം ഒരു കുടുംബത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കല്യാണത്തിന്റെ കുടുംബത്തോട് അവന് ചില ബാധ്യതകളുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടികളും മക്കളൊക്കെയായി 5, 6 അല്ലെങ്കിൽ 4, 5 വർഷമൊക്കെ ഗൾഫിൽ പോയി താമസിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ. പടച്ച റബ്ബിന്റെ പ്രവാചകൻ സൽമാൻ റളിയല്ലാഹുവിനെ സത്യപ്പെടുത്തിയത് എന്താണ്? വഇന്ന ലിഅഹ്ലിക ഹഖ്ഖൻ, നിന്റെ കുടുംബത്തോട് നിനക്ക് ചില ബാധ്യതകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ, ആ ഹദീസിന്റെ പ്രായോഗിക രൂപം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ അർത്ഥം ഗൾഫ് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ കുടുംബത്തോടുള്ള ചില ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ പ്രവാസികളായ ആളുകൾക്ക് ചില അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതില്ലാന്ന് നിഷേധിച്ചിട്ട് കാര്യമില്ല, അതുണ്ട് സഹോദരന്മാരും ഉണ്ട്. അതിന്റെ അർത്ഥം ഗൾഫിൽ പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ നമ്മളൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കുടുംബത്തോടും നമ്മുടെ മക്കളോടും നമ്മുടെ ഭാര്യയോടും നമ്മൾ ചെയ്യേണ്ട ചില ബാധ്യതകളും കടപ്പാടുകളും ഒക്കെ വീട്ടുന്നതിൽ ചില തടസ്സങ്ങളൊക്കെ ആ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലേ? ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ദീനിന്റെ കാര്യങ്ങൾ മറന്നുകൊണ്ട് കുടുംബത്തെ പോറ്റുന്ന അവസ്ഥയും നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾക്കില്ലേ? അധ്വാനം തന്നെ അധ്വാനിക്കണ്ടെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കൽ ജിഹാദാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഇരിക്കുന്ന സദസ്സിൽ അതിന്റെ അടുത്തൂടെ ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ, നല്ലോണം അധ്വാനിക്കുന്ന ആളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറഞ്ഞു, അയാൾ അധ്വാനൊക്കെ ദീനിന്റെ മാർഗത്തിലാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല. അയാൾ തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നത് അതും അള്ളാഹിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അള്ളാഹുവിനുള്ള ഹക്കിൽ അയാൾ വീഴ്ച വരുത്തുന്നില്ലെങ്കിൽ അയാൾക്കതിന് കൂലിയുണ്ട് എന്ന്, അയാൾക്കതിന് പ്രതിഫലമുണ്ട്. നമ്മുടെ നിയ്യത്ത് നന്നാകണം. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് പ്രതിഫലമുണ്ട്. സഹോദരന്മാരെ, പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളക്ക് പോലും, ഒരു ചെറിയ വസ്തുവാണെങ്കിൽ പോലും അതിന് പോലും നിനക്ക് കൂലിയുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതിന് നിയ്യത്തുണ്ടാകണം. പക്ഷെ ആ കുടുംബം പോറ്റാൻ വേണ്ടി ദീൻ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ 2 ഭാഗവും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ദീനിന്റെ ഒരു മധ്യമ നിലപാടിലാണ് ഉണ്ടാകേണ്ടത്. ഇതേപോലെ തന്നെ വിശ്വാസത്തിൽ അധിക കവിയുന്ന ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബ ബന്ധം ഒഴിവാക്കി അവസാനം സൂഫിയായി സന്യാസത്തിലേക്ക് പോയി അവസാനം യഖീനെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം പോലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ അന്ന് വേണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞ ഖാദിരിയ ത്വരീഖത്തിൽ ഉള്ളൊരു വരി കാണാം, വഖാലു യാ ഹാദാ തറക്ത സ്വലാത്തക വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത്താന. ഒരു ശേഖ് നിസ്കരിക്കണ കാണില്ല, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ബാത്റൂമിലൊക്കെ പോകുന്നുണ്ട്, ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ നിസ്കരിക്കണ കാണില്ല എന്നാ. അപ്പൊ നിസ്കരിക്കാത്ത എന്താണ് എന്ന് ചോദിച്ചപ്പോ അയാൾ കൊടുത്ത മറുപടി എന്താ? വലം യഅലമു അന്നി ഉസല്ലി ബിമക്കത്ത, ഞാൻ മക്കയിലാണ് നിസ്കരിക്കുന്നത്. തീറ്റും കൂടിയൊക്കെ ഇവിടെയാണ്, പക്ഷെ നിസ്കാരം മക്കയിലാണെന്ന്. അങ്ങനത്തെ ഒരു വിഭാഗത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലുണ്ട്. മദീനയിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വക്ത് പോലും പ്രവാചകൻ നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ അതിര് കവിയുന്നു പോകുന്ന ആളുകളും ഉണ്ടാകാൻ പാടില്ല. അതൊന്നും അല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇസ്ലാം വളരെ എളുപ്പമാണ്, മധ്യമമായ രീതിയാണ് ഇസ്ലാമിലുള്ളത്. ദുനിയാവിലുള്ള എല്ലാ അനുവദിക്കപ്പെട്ട സന്തോഷങ്ങളും നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. മഹാനായ ഹംദല റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നൊരു പരാതി പറഞ്ഞു, നാഫഖ ഹംദല,
പ്രവാചകരെ ഹൻദല മുനാഫിക്കായി പോയിരിക്കുന്നു, കപടവിശ്വാസിയായി പോയിരിക്കുന്നു. കാരണം ഹൻദല റളിയല്ലാഹു അൻഹു അത്രയും ശുദ്ധനായ പരിശുദ്ധനായ സഹാബിയാണ്. അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തെ കുളിപ്പിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വന്നു എന്ന് ഗസീലുൽ മലായിക്ക എന്നറിയപ്പെടുന്ന സഹാബിയാണ്. യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായ സന്ദർഭത്തിൽ ജനാബത്തുകാരനായിരിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഷഹീദായത്. അത്രയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയ മനുഷ്യനാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു, നബിയേ, ഞാൻ മുനാഫിക്കാണ്, കപടവിശ്വാസി. നാഫഖ ഹൻദല, ഹൻദല മുനാഫിക്കാണ്, കപടവിശ്വാസിയായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഹൻദല നീ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ പ്രവാചകനോട് ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, നിങ്ങളുടെ സദസ്സിലിരിക്കുമ്പോൾ, നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ, ദീനി കേൾക്കുമ്പോൾ എനിക്ക് നല്ല ഈമാൻ കിട്ടുകയാണ്, ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. പക്ഷെ ഞാൻ എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ കുട്ടികളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ സദസ്സിലിരിക്കുന്ന ഈമാനൊന്നും എനിക്ക് കിട്ടുന്നില്ല നബിയെ, അപ്പൊ ഞാൻ കപടവിശ്വാസിയായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്നാ നീ കുടുംബത്തിലൊക്കെ ഒന്നും പോകണ്ട, പെണ്ണുങ്ങടുത്ത് പോകണ്ട, എൻ്റെ അടുത്ത് ഇരുന്നാണെന്നാണോ? അങ്ങനല്ല പ്രവാചകൻ പറഞ്ഞത്. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാ തന്നെയാണോ, അഥവാ റബ്ബിനെ തന്നെയാണ് സത്യം. ലോ തുദൂമൂന അലാ മാ തകൂനൂന ഇൻദി വഫി ദിക്ർ, നിങ്ങൾ എന്റെ അടുക്കലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദിക്റിലായിരിക്കുമ്പോൾ, അള്ളാഹുവിന്റെ സ്മരണയിലായിരിക്കുമ്പോൾ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥ നിങ്ങൾ ജീവിതത്തിൽ മുഴുവൻ തുറത്തുകയാണ്. ലസാഫഹത്തുഹുൽ മലായികതു അലാ ഫുർശിക്കും വഫീ തുരീഖിക്കും, നിങ്ങൾ നടക്കുന്നിടത്ത് നിങ്ങളുടെ വിരിപ്പിലൊക്കെ മലക്കുകൾ നിങ്ങളെ മുസാഫത്ത് നടത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കതിന് സാധിക്കണമെങ്കിൽ മലക്കാകണം, മനുഷ്യനാകാൻ പാടില്ല. നിങ്ങൾ മനുഷ്യനാണോ അങ്ങനെ ഉണ്ടാകും. മനുഷ്യനാണെങ്കിൽ കുടുംബങ്ങളുണ്ടാകും, കുട്ടികളുണ്ടാകും, മക്കളുണ്ടാകും. മക്കളടുത്ത് മക്കളെ കാര്യം ചിന്തിക്കേണ്ടി വരും, ഭാര്യയുടെ അടുത്ത് വരുമ്പോൾ ഭാര്യയുടെ കാര്യം ചിന്തിക്കേണ്ടി വരും, ദീനിന്റെ സദസ്സുകളും ദീനിന്റെ കാര്യം ചിന്തിക്കും. ഇതാണ് മനുഷ്യൻ, ഇതാണ് മുഅ്മിൻ. അതല്ലാതെ കുട്ടികളും മക്കളും ഒഴിവാക്കി വേറെ സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ പള്ളിയിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കുക, അല്ലെങ്കിൽ പള്ളി ഒഴിവാക്കി കുട്ടികളടുത്ത് ചടഞ്ഞിരിക്കുക, ഇത് രണ്ടും ദീനല്ല. എന്നൊരു പ്രവാചകൻ പറഞ്ഞ സാഅത്തൻ വസാഅത്തൻ, സാഅത്തൻ വസാഅത്തൻ, സാഅത്തൻ വസാഅത്തൻ, 3 പ്രാവശ്യം പ്രവാചകൻ പറഞ്ഞു. ഹൻദല ഓരോന്നിനും ഓരോന്നിന്റെ സമയമുണ്ട്. ഇബാദത്തിന് ഇബാദത്തിന്റെ സമയമുണ്ട്, കുടുംബത്തെ കാര്യം നോക്കേണ്ട കുടുംബത്തിന് നോക്കേണ്ട സമയമുണ്ട്. അത് പ്രവാചകൻ 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു എന്നതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മധ്യത്തിൽ നിൽക്കലാണ്. അതിര് വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പറ്റി ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുപോലെ തന്നെ ദീനിൻ തലയിൽ കയറി ദുനിയാവ് ഒഴിവാക്കി അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയും സഹോദരന്മാരെ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇത് ഈ ദീന്റെ വിഷയം മാത്രം, ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ അള്ളാഹു വിശ്വാസികളെ കുറിച്ച് പറഞ്ഞെന്താ? അവർ ഇത് അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു, അള്ളാഹിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ പരിധി വിട്ട് കുടുംബത്തെ ഒന്നും നോക്കാതെ ചെലവഴിക്കുന്ന അവസ്ഥ വിശ്വാസികൾക്ക് ഉണ്ടാകൂല. അതുപോലെ തന്നെ ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ നിന്ന് പിശുക്കുന്ന അവസ്ഥയും ഉണ്ടാകൂല. രണ്ടിന്റെ മധ്യത്തിൽ നിൽക്കുക. ഓവറാകാനും പാടില്ല, തീരില്ലാതാകാൻ പാടില്ല. ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ അല്ലാഹു പറഞ്ഞത് കുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, മാന്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കണം, പക്ഷെ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. നിങ്ങൾ കുടിച്ചോളൂ, തിന്നോളൂ, പക്ഷേ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇസ്രാഫ് ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടമില്ല. ഇനി വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ പ്രവാചകൻ പറഞ്ഞു, വൽബിസു, നിങ്ങൾ ധരിക്കണം, ഫി ഗൈരി ഇസ്രാഫിൻ വലാ മഖീല, അഹങ്കാരത്തിന്റെ വസ്ത്രം, പൊങ്ങച്ചത്തിന്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല, ഇസ്രാഫിന്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഭക്ഷണത്തിന്റെ കാര്യം പറയാം. ഭക്ഷണം അനാവശ്യമായി വേസ്റ്റാക്കുന്ന അവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാകരുത്. നല്ലത് തിന്ന, അതിൻ്റെ അടുത്ത് നല്ലത് തിന്നണ്ടെന്നല്ല, നല്ലത് ഭക്ഷണത്തിന് പാകത്ത് തിന്നാം, പക്ഷേ കുറച്ച് ഭക്ഷണം കഴിച്ച് ബാക്കിയൊക്കെ വേസ്റ്റിലേക്ക്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അറബ് ലോകത്തുള്ള അറബികളെ സംബന്ധിച്ച് തീരെ ശ്രദ്ധിക്കാത്ത കാര്യം, ഒരു കുറച്ച് മാംസം മാത്രം കഴിച്ച് ബാക്കിയുള്ള വേസ്റ്റിലേക്ക് തട്ടുന്ന അവസ്ഥ. അതൊന്നും ഇസ്ലാമികമായിട്ട് ഇനി ആരറബികൾ ചെയ്താൽ പോലും, അറബി ആണെങ്കിലും അനറബി ആണെങ്കിലും, ഇസ്ലാമിലുള്ളത് ആര് ചെയ്യാൻ എതിരെ പ്രവർത്തിച്ചാലും അത് ഇസ്ലാമിക അല്ല എന്ന് പറയേണ്ടി വരും. ഭക്ഷണം നല്ലതാണെങ്കിൽ അത് മുഴുവൻ കഴിക്കുക, ഉള്ളത് കഴിക്കാത്തതാണെങ്കിൽ അത് മാറ്റി നിർത്തുക. ഭക്ഷണത്തിൽ അമിതമായ വേസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സമ്പത്ത് ചെലവഴിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, സമ്പത്ത് ചെലവഴിക്കുന്നതിലും അമിതമായി കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ചെലവഴിച്ച് സ്വന്തം കുടുംബത്തിന് അല്ലെങ്കിൽ മക്കളുമായിട്ട് തെറ്റായിരിക്കും ചിലപ്പോ. അപ്പൊ ഈ ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും എന്ത് ചെയ്യും, സ്വത്തൊക്കെ പള്ളിക്കാണ് കൊടുക്കും. അങ്ങനെയുണ്ട് ചില ആൾക്കാർ, എന്റെ സ്വത്ത് മുഴുവൻ പള്ളിക്കൊക്കെ വഖഫാന്ന് പറയും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു പരാതി വന്നു. എന്താ പരാതി? അയാൾക്ക് ബാപ്പ മരിക്കാൻ കിടക്കുകയാണ്. ബാപ്പാക്ക് 6 അടിമകളുണ്ട്. അടിമകൾ എന്ന് പറഞ്ഞാൽ അവിടെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഒരു വലിയ സമ്പത്താണ്. അപ്പൊ ഈ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ 6 അടിമകളെയും ഇയാളാണ് മോചിപ്പിച്ചു. പിന്നെ മക്കൾക്ക് സ്വത്തില്ലല്ലോ. മക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പരാതിയായിട്ട് പറഞ്ഞു. ഫജാഅ
വറസതുഹു മിനൽ അറാബ് ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറാബികളാണ് അവർ റസൂലുള്ളാഹിന്റെ അടുക്കൽ പരാതിയുമായി കൊണ്ടുവന്നു. തങ്ങളുടെ പിതാവ് തങ്ങൾക്കുള്ള പിതാവിന്റെ സ്വത്ത് 6 അടിമകളെ മോചിപ്പിച്ചിരുന്നു നബിയെ എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലൗ അലിംന ഇൻഷാ അല്ലാഹ് മാ സല്ലൈന അലൈഹി. ഇത് ഞാൻ ആ മനുഷ്യൻ ഞാൻ അയാൾക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ചിട്ടുണ്ട്. ഞാൻ മയ്യിത്ത് നമസ്കരിക്കുന്നതിന് മുമ്പാണ് അയാൾ ഈ പ്രവർത്തനം ചെയ്ത് ഞാൻ അറിഞ്ഞതെങ്കിൽ മാ സല്ലൈന അലൈഹി, ആ മനുഷ്യന് വേണ്ടി ഞാൻ മയ്യിത്ത് നമസ്കരിക്കുക പോലും ചെയ്യുമായിരുന്നില്ല. അത്രയും വലിയ തെറ്റാണ് അയാൾ ചെയ്തത്. ഇതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 6 അടിമകൾക്ക് ഫഅഖറ ബൈനഹും 6 അടിമകൾക്കിടയിൽ നറുക്കിട്ടു. എന്നിട്ട് അത് 2 അടിമകളെ പ്രവാചകൻ മോചിപ്പിച്ചു. 4 അടിമകളെ മക്കൾക്ക് റസൂലുള്ളാഹി തിരിച്ചു കൊടുക്കുക ചെയ്തത്. മക്കൾ ദരിദ്രന്മാരായിക്കൊണ്ട് സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കൽ ശരിയല്ല. ഇനി മക്കൾക്ക് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ആവശ്യത്തിന് സമ്പത്ത് ചെലവഴിക്കാതിരിക്കലും ഇസ്ലാമികമായിക്കൊണ്ട് ശരിയല്ല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും നടുക്കാണ് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് ഇസ്ലാം. അപ്പോ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് മറന്ന് ദുനിയാവിന് വേണ്ടി ദീൻ ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്, ദീനിന് വേണ്ടി ദുനിയാവ് മറക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സന്തോഷത്തോടുകൂടി തന്നെ ജീവിക്കുന്ന അവസ്ഥ ഇസ്ലാമിലുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരും മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സന്തോഷിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എവിടേക്കും പോകാനുള്ള ടൂർ പോകാൻ പാടില്ല, ഇതൊന്നും അല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചില ആളുകൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ കുടുസായ മതമാണ്. അങ്ങനെ കുടുസൽ ഇസ്ലാമിൽ വിശാലതയുണ്ട്. അതേ സമയത്ത് ഇസ്ലാമിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ പിന്നെ ലിബറലായ ആളുകൾ പറയുന്ന പോലെ എല്ലാത്തിനും ഉടുത്ത കഴിച്ചിട്ട് നടക്കുക, അവർത്ത് പുറത്തെടുത്ത് നടക്കുക, അല്ലെങ്കിൽ അതൊക്കെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതും ഇസ്ലാമല്ല. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായ താടിയും പിന്നെ അതുപോലെ നിര്യാണിക്കതായ വസ്ത്രം പോകാതിരിക്കൽ അതൊരു കുടുസായ ഇസ്ലാമായി പരിചയപ്പെടുത്തുക, അത് ശരിയല്ല. ഇസ്ലാമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ച ആ രീതിയിൽ തന്നെ മനസ്സിലാക്കലാണ്, അതിട്ട് ജീവിക്കലാണ്. അതാകട്ടെ വളരെ എളുപ്പവുമാണ്. അദ്ദീനു യുസ്റുൻ വലാ യുശാദദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു. ആ ദീൻ ആര് കുടുസാക്കിയോ ആ ദീൻ അവന് അതിജയിക്കാതിരിക്കുകയില്ല. കാരണം അവസാനം ദീന് അവന് പ്രാക്ടീസ് ചെയ്യാൻ ഒരു പ്രയാസകരമാകുന്ന അവസ്ഥ ഉണ്ടാകും എന്നാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാർ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലും ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന മതമാണ്. ഇസ്ലാം അനുവദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ അമിതമാകാൻ പാടില്ല, അത് തീർത്തും ഒഴിവാക്കുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോ നമ്മുടെ നിത്യജീവിതവുമായി കൊണ്ട് ബന്ധപ്പെടുത്തി പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മളൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഫോണില്ലാതൊരു ദിവസം നമ്മളെ സംബന്ധിച്ചോത്തൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പക്ഷെ അതിനും ചില ഹദ്ദുകളുണ്ട്, പരിധികളുണ്ട്. നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ബാധ്യതകളും ഒക്കെ തടസ്സപ്പെടുത്തുകയും അതേപോലെ തന്നെ ഹറാമിലേക്കൊക്കെ നയിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മുഴുകുകയും ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഇത് പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ അതിലേക്ക് ആ ഭാഗത്തിലേക്ക് അയാൾ പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഹലാലായ കാര്യങ്ങളിലേക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം. ഇപ്പം ഏത് കാര്യത്തിലാണെങ്കിലും ഇതുപോലെ തന്നെ കളിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷെ ഏത് നേരത്തും കളിയാണ്, ജമാഅത്തിന്റെ നേരത്തും കളിയാണ്. കളിക്ക് വേണ്ടി ജീവിക്കുക, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ പരിധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ ഭാര്യമാരുമായിക്കൊണ്ട് ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ ഭാര്യമാരുമായിക്കൊണ്ട് സന്തോഷ പ്രകടനം നടത്തിയിട്ടുണ്ട്. അബീസിനിയിൽ നിന്ന് ചില ആളുകൾ വന്നപ്പോൾ അവർ കായികാഭ്യാസം കാണിക്കാനും അതിലൂടെ കണ്ട് സന്തോഷിക്കാനും ഒക്കെ സഹാബത്തിന് പ്രവാചകൻ അവസരം കൊടുത്തിട്ടുണ്ട്. 24 മണിക്കൂറും കളിയാണോ? അതല്ല, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊക്കെ വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ്. അതുകൂടി സാന്ദർഭികമായിട്ട് പറയണം. നമുക്ക് വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ്. വാഹനത്തിന് നമ്മുടെ നാട്ടിൽ അനുവദിച്ചൊരു പരിമിതമായ സ്പീഡുകളുണ്ട്. അതെന്തിനാ ഈ ഗവൺമെന്റ് ആ നിയമം വെച്ചിട്ടുള്ളത്? നമ്മുടെ സേഫ്റ്റിക്കും നമുക്കും നമ്മുടെ കുടുംബത്തിനും നാട്ടുകാരെ സേഫ്റ്റിക്കും വേണ്ടിയാണ്. ഇസ്ലാം ഇപ്പോൾ നാഷണൽ ഹൈവേ ഒക്കെ അല്ലെങ്കിൽ വലിയ ദേശീയപാതകളൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ എത്ര ആൾക്കാരാണ് ഇതിൽ മരണപ്പെട്ടു പോയത്? അമിതമായ വേഗത എന്ന് പറഞ്ഞ പ്രവാചകൻ ലാ ലററ വലാ ലിറാർ. ഒരു വിശ്വാസി സ്വന്തം ഉപദ്രവം വരുത്തുന്നതുമല്ല, മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നവനുമല്ല. രണ്ടും ശ്രദ്ധിക്കണം. നമ്മുടെ വാഹനമാണ്,
നമ്മൾ ടാക്സ് അടച്ച റോഡാണ്. അയ്യറിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തുന്നതിനേക്കാൾ അമിതമായ വേഗതയിലും മറ്റുള്ളവരുടെ ജീവൻ അപായപ്പെടുത്തുന്ന രൂപത്തിലും നമുക്ക് വാഹനം ഓടിക്കാൻ ഇസ്ലാമിലും അനുവാദമല്ല. ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ഇസ്ലാമിലും അയാൾക്ക് അനുവാദമല്ല. ഇസ്ലാമിക രാജ്യത്ത് പോലും വാഹനങ്ങൾക്ക് പരിധി വെച്ചിട്ടുണ്ടല്ലോ ഇതിന്റെ വേഗതയ്ക്ക്. കാരണം എന്താണ്? നമ്മുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്, മാത്രമല്ല മറ്റുള്ള ആളുകളുടെ ജീവനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ നിയന്ത്രിച്ചാലും അള്ളാഹുവിന്റെ ഖദാ ഉണ്ടെങ്കിൽ അപകടം പറ്റാതെ വേറെ വിഷയം. പക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ അമിതമായ വേഗതയിൽ ഓടിച്ചതുകൊണ്ട് അപകടം പറ്റുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെ. അതുപോലെ തന്നെ ചികിത്സാ രംഗത്ത് ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിൽ വ്യാജ വൈദ്യന്മാർ ഒരുപാട് വർദ്ധിച്ച കാലഘട്ടം. ഇപ്പൊ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫോണിൽ നോക്കി ചികിത്സിക്കുന്ന രീതിയുണ്ട്. നഅൂദുബില്ലാ. ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറയാ ഒരുപാട് ഇസ്ലാമിൽ ഇന്ന രീതിയിൽ ചികിത്സിക്കാവോ എന്ന നിയമങ്ങൾ ഇസ്ലാമിലില്ല. പക്ഷെ ഇസ്ലാം അനുവദിച്ച റസൂൽ പറഞ്ഞു നിങ്ങൾ ചികിത്സിക്കണം, പക്ഷെ ആളുകളെ വഞ്ചിക്കുന്ന രീതിയിൽ ചികിത്സിക്കാൻ പാടില്ല. അപ്പൊ പല രീതിയിലും ഇപ്പൊ പിന്നെ എന്താ പറയാ, ഡോക്ടർമാരാകാൻ 6 മാസം ഓൺലൈൻ കോഴ്സ് പോയ ഡോക്ടർമാരായി ഇങ്ങനെ അവർ ക്ലിനിക്ക് ഇടുന്ന അവസ്ഥ നാട്ടിൽ ഇതൊന്നും ശരി ഇസ്ലാമികമായിക്കൊണ്ട് ശരിയല്ല. ഒരാൾ പ്രവാചകൻ പറഞ്ഞിട്ട് നിങ്ങൾ ചികിത്സിക്കുന്നതിൽ എന്തെങ്കിലും അബദ്ധം നിങ്ങൾക്കതിന്റെ അഹലുകാരെങ്കിൽ അബദ്ധം പറ്റിയാൽ ഫഹുവ ഇമാനുല്ലഹു, അയാളതിന് ഉത്തരവാദിയാണ്, നഷ്ടപരിഹാരങ്ങൾ കൊടുക്കണം, പടച്ചോനെടുക്കലുള്ള കുറ്റവാളിയാണ്. അപ്പൊ ചികിത്സിക്കുന്ന രംഗത്തും ഒരു മധ്യമ നിലപാടെന്ന് പറഞ്ഞാൽ അതിന് ഹറാമായ രീതിയിൽ ചികിത്സിക്കാൻ പാടില്ല, അതിന് അർഹതയില്ലാത്ത ആളുകൾ ചികിത്സിക്കാൻ പാടില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുന്ന രംഗത്തും കറണ്ട് ഉപയോഗിക്കുന്ന രംഗത്തും ഒക്കെ മധ്യമ നിലപാടാണ്. എന്ന് പറഞ്ഞാൽ ഓവറായി അനാവശ്യമായി ഫാൻ തിരിയുക, വീട്ടിൽ അനാവശ്യമായി AC ഇട്ടേക്കുക. നമുക്ക് കറണ്ട് ബില്ല് അടക്കാനൊക്കെ നമുക്ക് പൈസ ഉണ്ടാകും, അത് നമുക്കതിന് സാമ്പത്തിക ശേഷി ഉണ്ടാകും. പക്ഷെ അത് ഇസ്ലാമികമായിക്കൊണ്ട് അനുവദനീയമല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്ന രംഗത്ത് പോലും വെള്ളം അമിതമായിക്കൊണ്ട് ചെലവഴിക്കുന്നതിന് പ്രവാചകന് വിരോധിച്ചിട്ടുണ്ട്. ഇസ്രാഫ് വെള്ളത്തിൽ പോലും ഉണ്ടെന്ന. മഴക്കാലമാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാകും. പ്രവാചകൻ പറഞ്ഞത് ലാ ഇസ്രാഫ് ഫിൽ മാൽ വലൗ കുൻത ഫീ നഹരിൻ ജാരിൻ, നീ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്നാണ് വുളു എടുക്കുന്നതിൽ പോലും വെള്ളം അമിതമായി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. വെള്ളം അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ എല്ലാത്തിനും ഒരു വസ്ത്രം ധരിക്കുന്ന വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മിതത്വം പാലിക്കുക, അതാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യമുള്ളതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതല്ലാതെ ഓവറായിക്കൊണ്ട് പോകുന്നതോ അതല്ല തീരെ ഇല്ലാതെയാകുന്നതോ ഒരിക്കലും ഇസ്ലാമികമായിക്കൊണ്ട് ശരിയല്ല. ഇബാദത്തിന്റെ വിഷയത്തിലൊക്കെ ഒരു മിതത്വം പാലിക്കണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞ വളരെ എളുപ്പമാണ്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പുള്ള സമുദായങ്ങൾക്ക് വെച്ച് ഒരു പ്രയാസവും ദീൻ നമുക്ക് വെച്ചിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ഇസ്ലാമിന്റെ പല കാര്യങ്ങളും അത് ഇടങ്ങേറാണ്. 5 നേരം ജമാഅത്തിൽ വരും, അത് വലിയ ഇടങ്ങേറാണ്. ഇതൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന്റെ വളരെയധികം കുറവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അതല്ലാതെ ഇസ്ലാമിൽ നമുക്കൊരു പ്രയാസമില്ല. അതുകൊണ്ട് ആ പ്രയാസരഹിതമായ ഇസ്ലാമിനെ നമ്മൾ പാലിക്കുന്നിടത്താണ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയമുണ്ടാകും മനസ്സിലാക്കണം. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പ്രോഫ്കോൺ മംഗലാപുരത്ത് ആരംഭിക്കണം. പ്രൊഫഷണൽ സ്റ്റുഡൻസിനുള്ള സമ്മേളനം മംഗലാപുരത്ത് ആരംഭിക്കുന്നവർ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സാധാരണയായിട്ട് കേരളത്തിലാണ് പ്രോഫ്കോൺ നടക്കാറ്, ഇപ്രാവശ്യം കേരളത്തിന് പുറത്താണ്. അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ വാഹന സൗകര്യങ്ങൾ ഉണ്ടാവുകയില്ല. എന്നാലും പ്രൊഫഷണൽ രംഗത്തൊക്കെ വിദ്യാർത്ഥികൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ ബസ്സിലോ ട്രെയിനിലൊക്കെ പോയി അത് 2 ദിവസം നടക്കുന്ന 3 ദിവസം നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പറയണം എന്നും കൂടി സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ദീനിൽ ഉറച്ചു നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് വിട പറയുന്ന സന്തോഷവാന്മാരിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഗസയിലെയും ഫലസ്തീനിൽ നമ്മുടെ സഹോദരന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകുമാറാവട്ടെ. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അള്ളാഹു അറുതി വരുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين.